ഒത്തിരി നാളായി ഞാൻ വണ്ടീനെ ഒന്ന് കുളിപ്പിച്ചിട്ട്. നമുക്ക് മാത്രം കുളിച്ചാൽ പോരല്ലോ, അതിനെയും കുളിപ്പിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കതിനൊന്നും കുളിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി. ഇതെൻ്റെ അനിയത്തിയാട്ടോ. അവളിങ്ങനെ പട്ടിഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഫോണും കൊണ്ട് ഇറങ്ങുന്നതാണ്. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് കഴുകി ക്ഷീണിച്ച് ഈ കഴുകലും പിടിക്കലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് വയ്യാണ്ടായി. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ കറി കൂട്ടി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും തമ്മിലുള്ള ചെറിയൊരു ക്ലാഷാണ് കേട്ടോ. ഇപ്പോൾ അമ്മ എനിക്ക് ചൂടോടെ കൂന്തൽ തന്നില്ല എന്നുള്ളൊരു പരാതിയും കൊണ്ട് ഞാൻ ചെന്നതാണ്. അതും പറഞ്ഞ് ഞങ്ങൾ ഒന്നും രണ്ടും പറച്ചിലായി, അങ്ങോട്ട് ഇടിയായി, ബഹളായി. അത് കഴിഞ്ഞ് അടുത്ത പട്ടിഷോ ഫുഡ് കഴിക്കുന്നതാണ്. അവൾ അതിൻ്റെ അടുത്ത് വന്നിരുന്നതിന് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം കൂടെ വന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് തീർത്തു. ഹലോ, ഒത്തിരി നാളായി ഞാൻ വണ്ടീനെ ഒന്ന് കുളിപ്പിച്ചിട്ട്. നമുക്ക് മാത്രം കുളിച്ചാൽ പോരല്ലോ, അതിനെയും കുളിപ്പിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കതിനൊന്നും കുളിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി. ഇതെൻ്റെ അനിയത്തിയാട്ടോ. അവളിങ്ങനെ പട്ടിഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഫോണും കൊണ്ട് ഇറങ്ങുന്നതാണ്. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് കഴുകി ക്ഷീണിച്ച് ഈ കഴുകലും പിടിക്കലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് വയ്യാണ്ടായി. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ കറി കൂട്ടി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും തമ്മിലുള്ള ചെറിയൊരു ക്ലാഷാണ് കേട്ടോ. ഇപ്പോൾ അമ്മ എനിക്ക് ചൂടോടെ കൂന്തൽ തന്നില്ല എന്നുള്ളൊരു പരാതിയും കൊണ്ട് ഞാൻ ചെന്നതാണ്. അതും പറഞ്ഞ് ഞങ്ങൾ ഒന്നും രണ്ടും പറച്ചിലായി, അങ്ങോട്ട് ഇടിയായി, ബഹളായി. അത് കഴിഞ്ഞ് അടുത്ത പട്ടിഷോ ഫുഡ് കഴിക്കുന്നതാണ്. അവൾ അതിൻ്റെ അടുത്ത് വന്നിരുന്നതിന് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം കൂടെ വന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് തീർത്തു.